Hello everyone, welcome back to Future Place Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ സെഷനെ കുറിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ? NIOS ഒക്ടോബർ 2025 ബാച്ചിന്റെ പബ്ലിക് എക്സാം ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അപ്പം എക്സാം ഒക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ ഇനി എല്ലാവരുടെയും പഠനം അത് കുറച്ച് വേഗത്തിലായിരിക്കും. ആ വേഗത്തിലുള്ള പഠനത്തിന്റെ കൂടെ തന്നെ എല്ലാവരും നോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ നമ്മൾ ഉത്തരം എഴുതും, എത്ര മാർക്കിന് നമ്മൾ ഉത്തരം എഴുതും അല്ലേ? അപ്പൊ ആ ഒരു സംശയങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ്, അതായത് NIOS +2കാർക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പർ ആണല്ലോ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയൊക്കെ ആവാനാണ് സാധ്യതയുള്ളത്, എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ എത്ര മാർക്കാണ് നമ്മൾ ഇതിലൂടെ അല്ലെങ്കിൽ മാക്സിമം മാർക്ക് എത്രയാണ്, എങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, ഇതിനുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇതിനെ കാണാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചിട്ടാണ്. സോ വി നോ ദാറ്റ് അവർ സബ്ജക്ട് കോഡ് ഇസ് 317. ഓക്കെ, അപ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് കോഡൊക്കെ മനസ്സിലാക്കി വെച്ചാൽ. 3 മണിക്കൂറിന്റെ എക്സാം ആണ് എന്ന് എല്ലാവർക്കും അറിയാം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ് എന്നും നമുക്ക് പറയാം. ആ 100ന് കീഴിലുള്ള മാർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ വാങ്ങിയിരിക്കണം. നമ്മൾ നല്ല പാസ് മാർക്കോട് കൂടിയിട്ട് മാത്രമല്ല, നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സാം എഴുതി പാസ്സാവും അല്ലേ? അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് സീനിയർ സെക്കൻഡറി സ്റ്റുഡൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പം അതിൽ 54 ചോദ്യങ്ങളാണ് ടോട്ടലി ഉണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടാന്ന് വിചാരിക്കരുത്. ഓൾ ദ 54 ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ആൻഡ് ഈ ക്വസ്റ്റ്യൻസിന്റെ നേരെ നിങ്ങളെ എത്ര മാർക്കിന് നിങ്ങളെ ഉത്തരം എഴുതിയിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ A ക്വസ്റ്റ്യൻ നമ്പർ 1 to 20 വരെയുള്ള ഭാഗങ്ങൾ സെക്ഷൻ Aയിൽ പെടുന്നതാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കും. ആ 4 ഓപ്ഷൻസിൽ നിന്നും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് 1 മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം അല്ലെ, ചിലപ്പോൾ ഏതെങ്കിലും കംപ്ലീറ്റ് ദ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ, ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും അതിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മോഡലാണ് അധികം വരാനുള്ള സാധ്യത. ഓക്കെ, ആൻഡ് സെക്ഷൻ ബിയിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എഴുതാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 36 to 46 വരെയുള്ള വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 2 മാർക്ക് വീതമാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 2 മാർക്കിന്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഏകദേശം 30 മുതൽ 50 വരെയുള്ള വേർഡ്സിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതിയിരിക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 47 to 58 അതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അതായത് 50 മുതൽ 80 വരെയുള്ള മാർക്കിനാണ്, അല്ല 50 മുതൽ 80 വരെയുള്ള മാർക്ക് അല്ല കേട്ടോ, 50 മുതൽ 80 വരെയുള്ള വേർഡ്സിനായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനുള്ള ആൻസർ എഴുതേണ്ടത്. കാരണം അതിന് 3 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഷോർട്ട് ആക്കരുത്, വെരി ഷോർട്ട് ആക്കരുത്. ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ്
ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 53 to 54 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ചോദ്യം. ഏകദേശം 80 മുതൽ 120 വരെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, വേർഡ്സിലാണ് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഷോർട്ട് ആൻസർ ആയിട്ടും വെരി ഷോർട്ട് ആൻസർ ആയിട്ടും ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടില്ല. എസ്സേ മോഡലിൽ തന്നെ നിങ്ങൾ എഴുതിയാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് 5 മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ എ, സെക്ഷൻ ബി, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നിങ്ങനെ തരംതിരിക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാറ്റഗറിക്കും അതിൻ്റെതായിട്ടുള്ള മാർക്കുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നല്ല മാർക്ക് വേണം എന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുക, മാർക്കിനനുസരിച്ചിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനി നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട്, ആരും മറക്കണ്ട. നിങ്ങളുടെ സബ്ജക്ട് കേന്ദ്രീകൃതമായിട്ടുള്ള ലൈവ് സെഷൻസ് വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ഡു യുവർ ബെസ്റ്റ്, ഡു സ്റ്റഡി വെൽ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.